അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്ലാറ്റ് ഒരു റൗണ്ട് പാറ്റേൺ ആണ് ചെയ്യുന്നത്. അത് ഞാനിവിടെ ഒരു മെറൂണിയാണും 3mm ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളൊരു മാജിക് റിങ് ഇടുക. എങ്ങനെയാണ് മാജിക് റിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആ നൂല് ഒന്ന് റൗണ്ടാക്കി നമ്മൾ കൈ പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുത്തിട്ട് വീണ്ടും ഹുക്ക് വെച്ചിട്ട് ഒരു നൂല് വലിച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു എല്ലാവർക്കും. കേട്ടോ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു നൂലെടുത്തിട്ട് നമ്മൾ അത് ആ വിരലിനുള്ളിൽ പിടിക്കുക. എന്നിട്ട് 3 ചെയിൻസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ആ 3 ചെയിൻസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ. പിന്നെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ടോട്ടൽ. ഈ 3 ചെയിൻ പ്ലസ് 11 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, അങ്ങനെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ആ മാജിക് റിങ്ങിൽ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ ആ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സസ് വരുന്ന നൂല് നല്ലോണം വലിച്ച് ടൈറ്റൻ ചെയ്ത് ആ റിങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് എൻഡ് ചെയ്യുക. നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യയും ചെയ്യണം. ആദ്യം 2 എണ്ണത്തിലൂടെ എടുക്കുക, പിന്നെ 2 എണ്ണത്തിലൂടെ എടുക്കുക. ഡബിൾ ക്രോഷ്യയൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മാജിക് റിങ്ങിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളത് ടൈറ്റൻ ചെയ്ത് പിടിച്ചു. വീണ്ടും ബാക്കിയുള്ള ഡബിൾ ക്രോഷ്യേസും കൂടെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 12 എണ്ണം കംപ്ലീറ്റ് ചെയ്ത ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് അറൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ആ എക്സസ് വന്ന നൂല് നമ്മൾ ആ ഡബിൾ ക്രോഷ്യൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കെട്ടിയിട്ട് വയ്ക്കുക ചെയ്യുക. എന്നിട്ട് വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കും. അത് ആ റൗണ്ട് നമ്മളത് കണ്ടോ ടൈറ്റായി. ഇനിയിപ്പോൾ ആ ഒരു ഹോൾ അവിടെ ആ റിങ്ങിൽ കാണുന്നില്ല. ഇനി ആ 3rd ഇട്ടിട്ട് നമ്മളത് ക്ലോസ് ചെയ്തു. ആ റൗണ്ട് അങ്ങനെ കംപ്ലീറ്റായി. നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ഇനി ആ ഫസ്റ്റ് ചെയിനിൽ നമ്മൾ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ, അതായത് 2 ഡബിൾ ക്രോഷ്യ വീതം ഓരോ ചെയിനിലും ചെയ്തെടുക്കുക. അങ്ങനെ ഫസ്റ്റ് ഇതിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 3 എണ്ണത്തിൽ ചെയ്തു. 4ാമത്തേൽ ചെയ്യണം. അങ്ങനെ ആ 12 എണ്ണത്തിലും, അതായത് ആ 3 ചെയിൻ പ്ലസ് നമ്മൾ ചെയ്ത 11 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ. എപ്പോഴും നമ്മൾ ആ 3 ചെയിൻ ചെയ്യുന്നതിനെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ഓരോന്നിലും നമ്മൾ ഈ 2 എണ്ണം വെച്ചിട്ട് ചെയ്തെടുത്തു. അങ്ങനെ റൗണ്ട് ഫുള്ള് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിൻസിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുകയാണ്. ഇനി ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയിൻസിലൊക്കെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക കേട്ടോ. ബിഗിനേഴ്സിന് കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമുക്കത് സ്പീഡാക്കിയിട്ട് നമുക്ക് വേഗം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു കറക്റ്റായിട്ട് നമ്മൾ 2 എണ്ണം തന്നെ ആവണില്ലേ എല്ലാത്തിലും എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ നമ്മൾ ആ റൗണ്ടെല്ലാം കൂടെ ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് ഓരോന്നിൽ 2 എണ്ണം തന്നെ ആവണില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കാരണം എല്ലാവർക്കും എപ്പോഴും വരാവുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മൾ തിരക്ക് കൂട്ടുമ്പം നമ്മുടെ അടുത്തും ചിലപ്പോൾ ഒക്കെ മിസ്സാവും. ആ 3rd ചെയിനിലേക്ക് നമ്മൾ
സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഫുള്ള് 2 ഡബിൾ ക്രോഷ്യ ഓരോ ചെയിൻസിലും ചെയ്തു. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക ഫസ്റ്റ് ചെയിനിൽ. സെക്കൻഡ് ചെയിനിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ 2 1 2 1 എന്നുള്ള രീതിയിൽ അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. 2 1 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മളിതവിടെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ തേർഡ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് എത്ര റൗണ്ട്സ് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ 2 1 2 1 1 2 1 1 1 ആ 1 ഡബിൾ ക്രോഷ്യ കൂട്ടി വരിക. ഓരോ റൗണ്ടിൽ വരുമ്പോഴും 1 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 പിന്നെ ഒരു 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ളും അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ റൗണ്ട് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചും 1 ഡബിൾ ക്രോഷ്യ കൂടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. 2 1 1 എന്നുള്ള റേഷ്യോയിൽ അങ്ങനെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എത്ര റൗണ്ട്സ് വേണമെങ്കിലും കളർ മാറ്റിയിട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.